മിസ് കഴിഞ്ഞ ക്ലാസ്സില് മോക്ക് ടെസ്റ്റിന്റേത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഏതാടാ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ലെവൽ 3 ഇതാ ക്വസ്റ്റ്യൻ. അതില് സി ആണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ആൻസർ ടിക്ക് ചെയ്തങ്ങനെ തെറ്റായിട്ടാണോ? ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഇട്ടു, പക്ഷെ അത് റോങ് ആയിട്ട് കാണിക്കണത്. ശരിയാക്കാം. ഓക്കെ. മിസ്സേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അല്ല, എല്ലാവരുടെയും ഡൗട്ടാ. PG-കാർക്ക് ഡിപ്ലോമക്കാരുടെ കൂടെ കോൺവെക്കേഷൻ ഉണ്ടോ? എന്താണ്? അല്ല, അങ്ങനെ ഒരു ഡൗട്ട് ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. എന്തുണ്ട്? പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ബാച്ച് നടന്നില്ലേ, ആ കുട്ടികള് പക്ഷെ അവരുടെ 23 ബാച്ചിന്റെ ആയിരുന്നു. പക്ഷെ ആ കുട്ടികൾ PG-യിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. PG-യുടെ നമ്മൾ സെപ്പറേറ്റ് ആണ് കോൺവൊക്കേഷൻ വരുന്നത്, മനസ്സിലായോ? പക്ഷെ ആ കുട്ടികൾ അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പരിപാടിക്ക് വേണ്ടിട്ട്, മനസ്സിലായോ? അങ്ങനെ വന്നവർക്ക് വരാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ PG-ക്ക് ജോയിൻ ചെയ്ത പിന്നെ നിങ്ങൾ PG കൂടി കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ കോൺവൊക്കേഷൻ വരുന്നത്. ഓക്കെ, ഒരുമിച്ചായിരിക്കും സർട്ടിഫിക്കേഷൻ തരുന്നത്. നിങ്ങൾക്ക് എല്ലാവരെയും കാണാനുള്ള ഒരു അവസരം ചെറിയ മിസ് ചെയ്യും അല്ലേ? മിസ്സേ, PG-ക്കാരുടെ എക്സാം ഇല്ലേ? ഒരു ഡൗട്ട് ഒന്ന് ചോദിക്കാണേ. എക്സാം ഞങ്ങളുടെ പോലത്തെ എഴുതുന്ന അത് തന്നെയാണോ? ഈ 4 ആൻസേഴ്സ് കൊടുത്തിരിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പോലത്തെ ആണോ? അതെ അതെ അതെ. അവർക്ക് 3 പരീക്ഷയുള്ളൂ, 3 മൊഡ്യൂൾസ് അവർക്ക് പഠിക്കാനുള്ളൂ. 5, 6, 7. ഓക്കെ, നിങ്ങളുടെ 4 കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ PG-യിൽ കൊടുക്കുന്നത്. മൊഡ്യൂൾ 4 വരെയല്ലേ പഠിക്കാനുള്ളത് നിങ്ങൾക്ക്? 5, 6, 7 എന്ന് പറയുന്നത് PG ആണ്. ആ 3 പരീക്ഷ മാത്രമേ അറ്റൻഡ് ചെയ്താൽ മതി. ഒറ്റ എക്സാം ഉള്ളൂ നമുക്ക് PG-ക്ക്. മോഡൽ ഒന്നുമില്ല, മോഡൽ എക്സാം ഇല്ല, മൊഡ്യൂൾ എക്സാം ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഒറ്റ മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ PG. അപ്പൊ ഞങ്ങൾ എഴുതുന്ന ഈ മോഡൽ തന്നെയാണല്ലേ? അതൊന്നും അറിയാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ജോയിൻ ചെയ്താലും ചെയ്തോട്ടോ PG-ന്റെ. ഇല്ല മിസ്സേ, ചോദിച്ചതാ വെറുതെ. PG എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചേരാൻ പറ്റും. ഇപ്പൊ ഏകദേശം 4th ഞാൻ ചേർന്നോളൂ, ഒരു പ്രശ്നമില്ല. 4th മൊഡ്യൂൾ ആവുമ്പോഴേക്കും വേണ്ടി ചേർന്നാൽ മതി. കഴിഞ്ഞിട്ട് നമുക്ക് അപ്പെടുക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചേരല്ലേ? ചേർന്നോളൂ, നല്ലതായിരിക്കും. നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടാവുക? ക്ലാസ് കഴിഞ്ഞ് ഒരു മെയിൻ എക്സാം ആണേ പറയണേ. മെയിൻ എക്സാം ഒരു മാക്സിമം ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. ഒരാഴ്ച ഗ്യാപ്പ് കഴിഞ്ഞാൽ മൊഡ്യൂൾ എക്സാം ആയിരിക്കും ആദ്യം. അതായത് നിങ്ങളുടെ 3ഉം 4ഉം ആദ്യം നടക്കും എക്സാം. 1 ഉം 2 ഉം കഴിഞ്ഞില്ല, അതേ സെയിം തന്നെ 3ഉം 4ഉം ആദ്യം നടക്കും. അത് കഴിഞ്ഞ് ഓരോ ദിവസം ഓരോ എക്സാംസ്, മൊഡ്യൂൾ 1, 2, 3, 4. അത് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും കേട്ടോ. മൊഡ്യൂൾ അങ്ങനെ 3 എക്സാം ആയിട്ടാണ് നടക്കുന്നത്, അല്ലാതെ ഒറ്റ എക്സാം അല്ല അല്ലേ? 4 എക്സാം, ഒറ്റ എക്സാം ഇല്ല. 4 പരീക്ഷ, 4 ദിവസം, 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഇപ്പൊ എക്സാമിന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺവെക്ഷൻ എപ്പോഴാ? കോൺവെക്കേഷൻ അടുത്ത സമയം എടുക്കും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അടിച്ച് കിട്ടണ്ടേ കംപ്ലീറ്റ്? ഇത്രയും സ്റ്റുഡൻസ് ഇല്ലേ നിങ്ങൾക്ക് ഭയങ്കര പണിയായിരിക്കും. നിങ്ങൾ എന്തോരം സ്റ്റുഡന്റ് ആണ്, എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല മൊത്തം സ്ട്രെങ്ത്? 500 സംതിങ് ഉണ്ട് 500 സംതിങ് അല്ലേ? നിങ്ങളുടെ പ്രാഥമികമായ കണക്കായിരിക്കും അത്, അതൊന്നല്ല. അതിൽ നമ്പർ ഓഫ് എണ്ണം കൂടുതലാണ്. അത് ശരി. ഞാനൊന്നും അറിയാൻ എക്സാക്ട് കണക്ക് എനിക്കറിയില്ല. അടുത്ത ദിവസം ഞാൻ പറയാം കറക്റ്റ് എത്രയാണ്. 500 അല്ലേ? ഇപ്പൊ PG-യുടെ എക്സാം കഴിഞ്ഞാലും കുറെ ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. എക്സാം കഴിഞ്ഞ് കുറച്ച് സമയം എന്തായാലും എടുക്കും. മാക്സിമം ഒരു 3-4 വീക്ക് എങ്കിലും എടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ. മെയിൻ എക്സാം അവിടെ വന്ന് എഴുതണോ അതോ ഓൺലൈൻ ആണോ? ഇവിടെ വന്ന് ഇരുന്ന് എഴുതണം. എന്തായാലും അവിടെ വന്നു. ഓൺലൈൻ ആണോ? എല്ലാരും ഓൺലൈൻ ആണ് കേട്ടോ. യെസ്, എല്ലാം ഓൺലൈനാ. ഇങ്ങനെ ഒന്നും പേടിക്കില്ല. ഇനി ഇവിടെ വന്നിരുന്ന് എഴുതണമെന്ന് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ധൈര്യമായിട്ടോ അതിനുള്ള സെറ്റ് ചെയ്ത് തരാം. കളിയാക്കണല്ലോ, ഇച്ചിരി കാര്യമായിട്ട് പറഞ്ഞതാ. നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എഴുതാം.
H23 ഇപ്പൊ കഴിഞ്ഞ കോൺവെക്കേഷൻ ആയിരുന്നു H23. അവര് അടിപൊളി ബാച്ചായിരുന്നു. അപ്പൊ എനിക്ക് കഴിവുള്ള കുട്ടികളോ അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു. എല്ലാ കഴിവുള്ള ഗ്രൂപ്പിലെ പിള്ളേരും ഒരുമിച്ച് വന്ന ഒരു ബാച്ച്. പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ അടിപൊളി പിള്ളേര്. നല്ല പരിപാടികളായിരുന്നു. 18 പ്രോഗ്രാംസ് ഉണ്ടാവില്ലേ? 18 പ്രോഗ്രാം. ഇങ്ങനെ ആദ്യമായിട്ട് എക്സിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പരിചയം. ഇങ്ങനെ നിങ്ങളും പ്രിപ്പയർഡ് ആയിട്ട് പോരുക കേട്ടോ കോൺവെക്കേഷനാണ്. മിസ്സേ, ഈ എക്സാം സമയത്ത് കോപ്പി അടിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, കണ്ടുപിടിക്കാൻ പറ്റുമോ? അറിയാൻ പറ്റും സ്നേഹ. എന്താ മിസ്സേ? എന്തായാലും അറിയാൻ പറ്റും. ക്യാമറ ഓൺ ചെയ്തിട്ടില്ല നിങ്ങൾ പരീക്ഷ എഴുതുന്നത്. അതെ, പക്ഷെ അപ്പം ബാക്ക് അടിച്ച് നമ്മള് എവിടെയെങ്കിലും മോക്ക് ടെസ്റ്റിലൊക്കെ കയറിയാ എങ്ങനെ അറിയാൻ പറ്റുക? ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് പോയാ അറിയാൻ പറ്റുമോ? ഇത്രയും ഓപ്പൺ സ്പേസിൽ ഇത് ചോദിക്കാൻ കാണിച്ചതിന്റെ ആ ധൈര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു. ഈ ഒരു എക്സാം കഴിഞ്ഞില്ലേ? ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ചോദ്യമാണിത്. ഇങ്ങനെ അതാ ഞാൻ ചോദിച്ചത്. നമുക്ക് ജസ്റ്റ് ആ ക്യാമറയിൽ മാത്രം ഒന്ന് കുറച്ച് നേരം നോക്കാവുന്നുള്ള 2 മണിക്കൂർ നിങ്ങളെ. അതിന്റെ ഇടയിൽ നിങ്ങൾ എന്തൊക്കെ കാണിക്കുമെന്നുള്ളത് അത് സിൻസിയർ ആയിട്ട് എക്സാം എഴുതുന്നവര് മര്യാദയ്ക്ക് എഴുതും. അല്ലാത്തവരെന്തെങ്കിലും കളത്താൻ കാണിക്കും. ഓക്കെ. അല്ല, മെയിൻ എക്സാം നമ്മൾ ഇങ്ങനെ തന്നെ എഴുതുന്നേന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ ചോദിച്ചതാണത്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നേരെ ഇങ്ങനെ വേറെ ഏതോ ബുക്ക് വെച്ചിട്ട് അവിടെ നോക്കിയിരുന്ന് എഴുതാണ് ഇങ്ങനെ. അപ്പൊ പേര് വിളിക്കും, അനൗൺസ് ചെയ്യും. എടോ ശ്രദ്ധിക്കുക, ഞങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോ അപ്പൊ നിർത്തും. പിന്നെയും കുറച്ചു നേരം കഴിയുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അവിടെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇൻഡിവിജ്വൽ കൃത്യമായിട്ട് നിങ്ങൾ എവിടെ ഇരിക്കണം, എന്താ കാണിക്കുന്നത് മനസ്സിലാവും. പക്ഷെ നിങ്ങളുടെ മുന്നിലുള്ള സാധനങ്ങൾ എന്താണെന്ന് എനിക്ക് കാണാൻ പറ്റില്ല. ഓക്കെ ശരി. മിസ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. 23 അല്ലേ ഇപ്പൊ നടത്തിയെന്ന് പറഞ്ഞ? അപ്പൊ 26 അല്ലേ നമ്മുടെ ബാച്ച്? അപ്പൊ അത് ലേറ്റ് ആവോ? 2027 ആവോ കോൺവൊക്കേഷന്? ഇല്ല, നിങ്ങളുടെ കോഴ്സ് എന്നാ തീരുന്നത്? എത്ര മാസത്തെ കോഴ്സാ നിങ്ങളുടെ? ഏത് ബാച്ചായിരുന്നു? നിങ്ങൾ ഏത് മന്ത് ആണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? ആക്ച്വലി ഞാൻ PG ആണ്. ഡിപ്ലോമക്കാര് സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി തീരുമാനിക്കും. PG ആണല്ലേ? ഏത് PG-യിലുള്ള ഇപ്പൊ? ഞാൻ ഈ ബാച്ച് 26 ബാച്ചിന്റെ PG-യിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതെ. ചോദിക്കണോ? സമയമില്ല. സമയം എടുക്കും എന്തായാലും നിങ്ങൾക്ക് കഴിയാൻ. 4 മാസം കൊണ്ട് PG വരുന്നത്. അതും കൂടി കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ കേട്ടോ. കോൺവൊക്കേഷൻ, ഡിപ്ലോമയുടെ കോൺവൊക്കേഷൻ എപ്പോ നടക്കുമെന്നൊന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. 26-ന്റെ. ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? കറക്റ്റ് ഡേറ്റ് ചോദിച്ചിട്ട് പറയാം. ശരി, ഓക്കെ. താങ്ക് യു. ക്ലാസ് തുടങ്ങിയത് മാർച്ച് 25-നല്ലേ? അന്നേരം സ്റ്റാർട്ട് ചെയ്തു. PG ഒരു ജനുവരിയിലൊക്കെ ആയിരിക്കുമല്ലോ തീരുന്നത്. അതനുസരിച്ചല്ലേ നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഞാൻ കറക്റ്റ് ആയിട്ട് നാളെ പറഞ്ഞു തന്നാ മതി. ഇവിടെ ചോദിച്ചിട്ട് മതി. മിസ്, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. മിസ്സിന്റെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഇന്ററാക്റ്റീവ് ആണ് കേട്ടോ. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അത് ഇങ്ങനെ തന്നെ തുടരണമെന്നാണ് നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം കേട്ടോ. ഞാനിത് പറയാൻ പോയത് അതെന്താണോ, നിങ്ങളെ ക്ലാസ്സിലിടയിൽ സംസാരിക്കരുത്, എന്റെ ജോലി പോകുമെന്നാണ് ഞാൻ പറയാൻ പോയത്. ഇല്ലല്ല, എല്ലാം മിസ് നന്നായി എല്ലാം ക്ലിയർ ആയിട്ട്. ചില ടീച്ചേഴ്സ് മെസ്സേജ് ഇട്ടാൽ പോലും അതിനൊരു റിപ്ലൈ ഇല്ല. മിസ്സാണ് എല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് മിസ്സിനോട് എല്ലാരും ചോദിക്കുന്നത്. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്, കംപ്ലൈന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നത്. അല്ല മിസ്, നമ്മളെല്ലാരും ഈ ഓൺലൈൻ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ വളരെ കുറവാണ്. ബാക്കി എല്ലാരും ഈ ഓൺലൈൻ ഇങ്ങനെ റെക്കോർഡഡ് ക്ലാസ് അല്ലേ കാണുന്നത്. അപ്പൊ ലൈവ് ക്ലാസ്സിലാണ് ശരിക്കും ഇപ്പൊ ഡൗട്ട് ഒക്കെ ശരിക്കും ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. റെക്കോർഡ് ക്ലാസ്സിനൊന്നും അവർക്കത് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കിട്ടണമെന്നൊന്നും ഇല്ല. അപ്പം കഴിയുന്നത് എല്ലാരും മിസ്സിന്റെ ക്ലാസ്സിലാണ് ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള ഡൗട്ടുകൾ. അപ്പൊ അത് മിസ് ക്ലിയർ ചെയ്ത് പോകുന്നത് കൊണ്ടാണ്. അതില് വളരെ സന്തോഷമുണ്ട്. ഇത് ഇങ്ങനെ തന്നെ തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരുടെയും ഇല്ലില്ല, കംപ്ലൈന്റ്സ് വേണമെങ്കിൽ ഞങ്ങൾ എല്ലാരും വിളിച്ച് അവിടെ പറയാം. അത് കുഴപ്പമൊന്നുമില്ല, അതിലൊരു പ്രശ്നമില്ല. പക്ഷെ മിസ് ഇങ്ങനെ തുടരണം. ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയാൽ മാത്രമേ എല്ലാവർക്കും ക്ലിയർ ആകത്തുള്ളൂ ടോപ്പിക്സ്. അല്ലാതെ ഒരു മിസ് അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു, ഞങ്ങളെല്ലാം ഇവിടെ മിണ്ടാതിരിക്കുന്നു, അന്ന് കഴിഞ്ഞാൽ ഒന്നും ക്ലിയർ ഒന്നും ആകത്തില്ല.
അതങ്ങനെ പോർഷൻ കവർ ആവുന്നേ ഉള്ളൂ, അല്ലാതെ അതിൽ ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല കേട്ടോ. എനിക്കൊരു ഞങ്ങളിപ്പോ കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ജയദേവ് സാറിന് അറിയാമോ നിങ്ങൾക്ക്? ഇൻട്രൊഡക്ഷൻ ക്ലാസ്സില് അറിയാം ജയദേവ് സാറിന് അറിയാം. ഒരു ജസ്റ്റ് ഒരു വോയിസ് നോട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ല ഉപകാരമില്ല. തീർച്ചയായും ഞാൻ ജയദേവ് സാറിനെ ഞാൻ വിളിക്കാം മിസ്. ഞാൻ ആക്ച്വലി യു എയിലായിരുന്നു, ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത്. ഞാൻ സാറിനെ വിളിക്കണമെന്ന് വെച്ചിരുന്ന. വോയിസ് മെസ്സേജ് പോയാൽ മതി സാറിന്, പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യമായിരിക്കും. ശരി ഞാൻ ജയദേവ് സാറിന് മെസ്സേജ് ഇടാം തീർച്ചയായും കേട്ടോ. എല്ലാരും ചെയ്യും. റെപ്രസെന്റ് ചെയ്താൽ മതി. കേട്ടോ. ഞങ്ങളെല്ലാരും വിളിക്കാം മിസ്സേ. താങ്ക് യു. ഞങ്ങള് ചോദിച്ച ഈ ക്വസ്റ്റ്യൻസിന്റെ ഇത് ഡൗട്ട് അവർക്കും ഉണ്ടാവും. ഈ റെക്കോർഡഡ് ക്ലാസ് കൂടുന്നവർക്കും ഈ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങള് ചോദിക്കുന്നത് കൊണ്ട് അവർക്കും അത് ക്ലിയർ ആയി പോവുള്ളൂ. അതെ ശരിയാണ്, പക്ഷെ എല്ലാവരുടെയും നേച്ചർ ഒരേപോലെയല്ല. ആരാണ് ചോദിക്കുന്നത്? നിങ്ങൾ തമ്മിൽ ഭയങ്കര കോപ്പറേഷൻ ആണ് നിങ്ങളുടെ ഈ ക്ലാസ്സിൽ. ഇപ്പൊ ലൈവിൽ കയറുന്നത്, പക്ഷെ ഈ റെക്കോർഡർ ആണെന്നവരുടെ നമുക്ക് ഒരാളുടെ സ്വഭാവം നമുക്കറിയില്ല, എങ്ങനെയുള്ളവരാണ് മിസ്. അവർക്ക് പഠിക്കുന്ന ടോപ്പിക്ക് മാത്രം മതിയെങ്കിൽ അവർ ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് പഠിക്കുന്നത് മാത്രം കേട്ടാ അത് പോരെ? സ്കിപ്പ് ചെയ്ത് പോയാൽ പോരെ. ഞാൻ തോന്നി റെക്കോർഡ് ക്ലാസ് കാണുന്ന ആളാണ്. ഞാൻ ആവശ്യമില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് വേണ്ടിടത്തുനിന്ന് കണ്ടാൽ മതി. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അതില്, നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. റെക്കോർഡ് ക്ലാസ് കാണുന്നതിന് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്ത് കാണുക. ഞാനും അങ്ങനെ 3-4 ക്ലാസ്സുകൾ കൂടിയിട്ടുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ സ്കിപ്പ് അടിച്ച് കൂടുന്നേ ഉള്ളൂ. എനിക്കിപ്പോ മോനെ കൂടെ ഹോസ്പിറ്റലിൽ പോകേണ്ട ടൈമിലൊക്കെ ഞാൻ ക്ലാസ് കൂടാറില്ല. ആ ടൈമിലൊക്കെ നമ്മൾ റെക്കോർഡ് ക്ലാസ്സാണ് കൂടുന്നത്. അന്നേരം ഇപ്പം ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കേൾക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ അത് വേണ്ട, എന്തെങ്കിലും വേറെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളത് സ്കിപ്പ് അടിച്ച് നമുക്ക് ക്ലാസ് തുടങ്ങുന്ന സ്റ്റാർട്ടിങ് മുതലുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കും. അതിന് നമ്മൾ ഇതുവരെ സംസാരിച്ചതിലൊന്നും വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല. നിങ്ങൾ ആലോചിക്കല്ലേ? ബന്ധപ്പെട്ടതല്ലേ, നമുക്ക് സംശയം ചോദിക്കുക, അതൊക്കെ ക്ലാസ്സിലുള്ളതാണല്ലോ. ഇതിപ്പോ ഓൺലൈൻ ക്ലാസ് ആയിട്ടല്ലേ. ഓഫ്ലൈൻ ആകുമ്പോ ഇതിലപ്പുറം നമുക്ക് സംസാരിക്കേണ്ടി വരൂലേ? അതെ, ഇപ്പൊ ഓൺലൈനിന്റെ ഒരു ഓഫ്ലൈൻ ഇമ്പാക്ട് ക്ലാസ്സിൽ കൊണ്ടുവരുമെന്നുള്ളത് അത് കുറച്ചുകൂടി ഭയങ്കര വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഓഫ്ലൈനിൽ നിങ്ങൾക്ക് ഇരിക്കുന്നത് പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷെ അത് എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്നില്ല, അതാണ് പ്രശ്നം. റെക്കോർഡിൽ കാണുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ആരൊക്കെയാണ് എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല കേട്ടോ. അത് പോട്ടെ, സാരില്ല, നമ്മള് സാറിനോട് സംസാരിക്കാതെ റെഡിയാക്കാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരുപാട് താങ്ക്സ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം കേട്ടോ. ഒരു ടീച്ചറിന് ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനാ? അത്ര മതി കേട്ടോ, മനസ്സിലാകും. അതാണ് വേണ്ടത്. ആണോ? അതെ ഓക്കെ. അതെ ശരി, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. വേറൊരു കാര്യം കൂടി പറയാം. ഇത് എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഒരു ടീമുണ്ട്, നമുക്ക് ടെക്നിക്കലി എഡിറ്റ് ചെയ്യാൻ ഒരു ടീമുണ്ട്. അവരിത് ക്ലാസ് എഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മള് 10:30 സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ് അത്യാവശ്യം ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ അവര് അത് പറയും. അങ്ങനെ സംസാരിക്കരുതെന്ന് പറയും നമ്മളോട്. HA സ്റ്റുഡൻസ് അല്ലേ എന്ന് പറയും. പക്ഷെ ഞാൻ ചോദിക്കുന്നതാണ്, HA സ്റ്റുഡൻസ് മനുഷ്യന്മാരെന്നല്ലേ? അവരും ജീവനും ഓജസ്സുള്ള കുട്ടികളെന്നല്ലേ? അവർക്കും എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടാവില്ല. പെട്ടെന്ന് കയറി ഇത്രയും റഫ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ചെടുക്കാന്ന് പറയുന്നത് ഇതിൽ ഒന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഈ ഒരു ഫീൽഡിന് പോലും താല്പര്യമില്ലാത്തവരോ അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത കുട്ടികളുണ്ട്. അവരെ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതിന്റെ അപ്പുറം ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ അവർ കേട്ടുകൊണ്ടിരിക്കില്ല. അപ്പൊ അവർക്ക് ചിലപ്പോൾ കുറെ ഉണ്ടാവും, അതായിരിക്കാം. എന്താന്നാവും എന്തെങ്കിലും വട്ടവൻ. യെസ്, നമ്മള് മൊഡ്യൂൾ 3 ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ആണ് എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. സർപ്രൈസ് ആണ്. PDF കാണുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. PDF കാണുന്നില്ലെങ്കിൽ പറയണേ. സർപ്രൈസ് ആണോ? അതിങ്ങനെ പറയാമോ? പറയാൻ പാടില്ല.
ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എവിടെ വരെ എത്തി നമ്മള്? എവിടെ വരെ എത്തി? കീ എലമെന്റ്സ് ആണ് പഠിക്കുന്നത് അല്ലെ? കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കൽ ഇൽ പേഷ്യൻസ് ആണ് ഇതിന്റെ കീ എലമെന്റ്സുകൾ. ഏതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു? ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഫ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. പിന്നെ നെക്സ്റ്റ് എന്തായിരുന്നു? മോഡ് ഓഫ് ട്രാൻസ്ഫർ നോക്കി. accompanying the patients level 0 to 3 വരെ ഉള്ളത്. ഓക്കെ, ഇതിൽ ആൻസർ മാറി കിടക്കുന്നില്ലേ പറഞ്ഞ? അത് കറക്റ്റ് ചെയ്യാം കേട്ടോ. എത്ര വരെ എടുത്തിട്ടുള്ളൂ? ഈ ലാസ്റ്റ് എലമെന്റ് ആണ് ഒരു ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതേണ്ട ഒരു സെക്ഷൻ ആണിത്. എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ്. അല്ലെ, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഉണ്ടായിരിക്കണം, ഡ്രഗ്സ് ഉണ്ടായിരിക്കണം, മോണിറ്ററിംഗ് ഡിവൈസ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പേഷ്യൻസിനെ ഏറ്റവും നല്ല രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, PDF പോലെ പ്രശ്നമാണ്. കുഴപ്പമില്ല, നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക കേട്ടോ. A proper inspection with the provision of all life-saving drugs is compulsory for transfer of all patients with the level 1, 2, and 3 critical care needs. The transfer ambulance should be prepared with all the drugs and devices needed for airway operation, oxygenation, ventilation, hemodynamic monitoring, and resuscitation. Okay. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് ഓരോ സെന്റൻസുകൾ പറയുന്നത് അതിന്റെ ബ്രീഫായിട്ട് ചുരുക്കി പറയുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ലൈഫ് സേവിംഗ് ഡിവൈസ്, ലൈഫ് സേവിംഗ് ഡ്രഗ്സുകൾ, അതായത് ഒരു പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഡ്രഗ്സുകളും ആവശ്യാനുസരണം നമ്മൾ എന്താണ്, പ്രത്യേകിച്ച് ലെവൽ 1, 2, 3 ക്രിട്ടിക്കൽ പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ അത് ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. അതായത് എല്ലാ ലൈഫ് സേവിംഗ് ഡ്രഗ്സുകളും നമ്മൾ നിർബന്ധമായിട്ട് എന്താണ് ട്രാൻസ്ഫർ വേളയിൽ അത് തയ്യാറാക്കിയിട്ടായിരിക്കണം പേഷ്യൻസിനെ കൊണ്ടുപോകേണ്ടത്. പ്രത്യേകിച്ച് ലെവൽ 1, 2, 3 ക്രിട്ടിക്കൽ കെയർ പേഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഡ്രഗ്സുകളെല്ലാം തന്നെ നിർബന്ധമായിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ഇനി രോഗിയെ മാറ്റുന്നതിന് മുൻപായിട്ട് തന്നെ, നമ്മൾ ആംബുലൻസിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാ ഡ്രഗ്സുകളും നമ്മൾ പ്രിപ്പയർ ആക്കിയിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ അറേഞ്ച് ചെയ്യണം. നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഓൾറെഡി ഈ ഒരു സമയത്ത് എല്ലാ ലൈഫ് സേവിംഗ് ഡ്രഗ്സുകൾ എന്തായിരിക്കണം, അതോടൊപ്പം തന്നെ ഈ ഡ്രഗ്സുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, പ്രിപ്പയർ ചെയ്യണം. അല്ലെ, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, ഡ്രഗ്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുക. ഇനി ഏതൊക്കെ ഡിവൈസസ് ആണ് നമ്മൾ കൂടെ കൊണ്ടുപോകുന്നത്? പ്രത്യേകിച്ച് എയർ ഓപ്പറേഷൻസ്, ഓക്സിജനേഷൻ, വെന്റിലേഷൻ, ഹീമോഡൈനാമിക് മോണിറ്ററിംഗ്, ആൻഡ് റീസസിറ്റേഷൻ, ഇത്തരം പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം തന്നെ നമ്മൾ ആവശ്യാനുസരണം നമ്മൾ കരുതിയിട്ടുണ്ടായിരിക്കണം. എയർവേ മാനേജ് ചെയ്യാനും ഓക്സിജനേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിവൈസസുകളും നമ്മൾ എന്താണ് ഓൾറെഡി നമ്മൾ റെഡിയാക്കിയിട്ടായിരിക്കണം പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആണോ? മനസ്സിലായോ? യെസ്. Then order inspection needs to be confirmed before the beginning of transfer together with the starting of infusion drugs. The drugs required for patient transfer involve muscle relaxant, sedative analgesics, inotropes, and resuscitation drugs. The person responsible for patient transfer should assure correct supplies of these emergency drugs. Some of these drugs may be needed to prepare in pre-filled syringe before the transfer. Okay. അപ്പൊ നമ്മൾ ആ ട്രാൻസ്ഫർ തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ എല്ലാ ഇൻഫ്യൂഷൻ ഡ്രഗ്സുകളും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അതിൽ വരുന്നത്? പ്രത്യേകിച്ച് മസിൽ റിലാക്സൻ ഏജൻസുകൾ, പേഷ്യൻസിന് കൊടുക്കുന്ന മസിൽ റിലാക്സൻ ഏജൻസ് മരുന്നുകൾ, അതേപോലെ തന്നെ സെഡേറ്റീവ് മരുന്നുകൾ, അനർജസിക്, ഇനോട്രോപ്സ്. അനർജസിക്സ് എന്താണെന്നറിയോ? അനർജസിക്സ് എന്തിനു ഉപയോഗിക്കുന്ന മരുന്നാണ്? കേട്ടിട്ടുണ്ടോ? അനർജസിക്സ് പെയിൻ കില്ലേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. ഇനോട്രോപ്സ് എന്തിനു ഉപയോഗിക്കുന്നതാണ്? ഇനോട്രോപ്സ്
അറിയാത്തവര് അനൽജസിക്സ് പെയിൻ കില്ലേഴ്സ് ആണ് അവിടെ നിന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇനോട്രോപ്സ് എന്തിനു ഉപയോഗിക്കുന്നതാണ് നമ്മള്? ഹാർട്ടിന്റെ കൺട്രാക്ഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്, ഹാർട്ട് കൺട്രാക്ഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗാണ് ഇനോട്രോപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ റീസസിറ്റേഷൻ ഡ്രഗ്സുകളും ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്, ഇതെല്ലാം തന്നെ എന്താണ് റീസസിറ്റേഷൻ ഡ്രഗ്സ് എന്ന് പറയുന്നത്? എന്താണ് റീസസിറ്റേഷൻ ഡ്രഗ്സുകൾ? റീസസിറ്റേഷൻ ഡ്രഗ്സ്, റീസസിറ്റേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് റീസസിറ്റേഷൻ ഡ്രഗ്സ് എന്ന് പറയുന്നത്? ബിപിയുടെ ആണോ? ബിപി ഡ്രഗ്സ് ആണോ? ഏതൊക്കെയാണോ? അതിൽ ഓർമ്മയുണ്ടോ റീസസിറ്റേഷൻ ഡ്രഗ്സിന്റെ പേരുകള്? ബിപി ഡ്രഗ് അല്ല, എന്താണത്? നമ്മൾ പുനരുത്തേജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൈമറി സപ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിന്റെ കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. റീസസിറ്റേഷൻ ഉത്തേജനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡ്രഗ്സുകളാണ് എന്ത് വരുന്നത്? റീസസിറ്റേഷൻ ഡ്രഗ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇനി അതപ്പോ ഇപ്പറഞ്ഞ ഈ ഡ്രഗ്സുകളെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി, അതായത് മസിൽ റിലാക്സൻസുകൾ, ഗ്ലൂക്കോസ് വേണ്ടി പറയാതില്ല കേട്ടോ, റീസസിറ്റേഷനിൽ വരുന്നതാണ്. മസിൽ റിലാക്സന്റ് ഏജൻസുകൾ, സെഡേറ്റീവ് മരുന്നുകൾ, പെയിൻ കില്ലേഴ്സ്, ഇനോട്രോപ്സ്. അതായത് നമ്മൾ ഇനോട്രോപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനോട്രോപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിനുള്ള കൺട്രാക്ഷൻസ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ്, ഡ്രഗ്സ് ആണ് കേട്ടോ. ഓക്കെ, അതായത് ഹാർട്ടിന്റെ പമ്പിങ് എബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് ഇനോട്രോപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഓർത്ത് വെക്കണം, മറന്നു വരുത്. യെസ്, അത് കൂടാതെ റീസസിറ്റേഷൻ ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ് ഇൻഫ്യൂഷൻ ഡ്രഗ്സിന്റെ കാറ്റഗറിയിൽ പെടുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. മാത്രമല്ല ഇതിന്റെ കറക്റ്റ് സപ്ലൈസസ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് എമർജൻസി ഡ്രഗ്സിന്റെ, ഇതെല്ലാം എമർജൻസി ഡ്രഗ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യണം. അതായത് ഒരു പ്രീ ഫിൽഡ് സിറഞ്ചിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടായിരിക്കണം പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. പറഞ്ഞ എല്ലാ ഡ്രഗ്സുകളും എന്ത് ചെയ്തിരിക്കണം? പ്രീ ഫിൽഡ് സിറഞ്ചിൽ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ മെഷർമെന്റ്സിൽ കൃത്യ അളവിൽ നമ്മൾ എടുത്തതിന് ശേഷം മാത്രമായിരിക്കണം പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ പറഞ്ഞ എല്ലാ ഡ്രഗ്സുകളും എന്താണ് ആ ഒരു ഘട്ടങ്ങളിൽ ആ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളാണ്. ഇതെല്ലാം തന്നെ ആവശ്യാനുസരണം കറക്റ്റ് മെഷർമെന്റ്സിലായിരിക്കണം ഇതെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ സിറഞ്ചിൽ കൊണ്ടുപോകുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അതായത് എമർജൻസി മരുന്നുകള് കൃത്യമായിട്ട് സിറഞ്ചിൽ നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കി സൂക്ഷിച്ചിട്ടായിരിക്കണം കൊണ്ടുപോകേണ്ടത്. ഓക്കെ, യെസ്, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. നെക്സ്റ്റ് നോക്കുന്നത് ദ മിനിമൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇൻസ്പെക്ഷൻ സജസ്റ്റഡ് നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ. ഈ ഭാഗം മുതൽ ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിച്ചേ. The minimal standard of inspection suggested for patient transfer include uninterrupted electrocardiogram inspection, non-invasive blood pressure, oxygen saturation, and temperature. The non-invasive blood pressure may be notably affected by the motion artifact, so it's mainly cautious to use invasive blood pressure inspection in a selected subset of patients. Okay. നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് തുടർച്ചയായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ECG, ഇലക്ട്രോകാർഡിയോഗ്രാം അല്ലെ. അണ്ടർലൈൻ ചെയ്യാട്ടോ, അത് ഇലക്ട്രോകാർഡിയോഗ്രാം. ECGയുടെ എക്സ്പാൻഷൻ അറിയാത്തവര് അറിയാലോ, നമ്മള് ടെർമിനോളജി പഠിച്ചാണല്ലേ, ടെർമിനോളജി പഠിച്ചല്ലേ? യെസ്, ECG. അപ്പൊ എന്താണ് രോഗിയെ മാറ്റുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ECG നമ്മൾ മോണിറ്റർ ചെയ്യണം. ഹൃദയമിടിപ്പ് നമ്മൾ എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ മോണിറ്റർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എന്താ? രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ECG കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് എന്താ? നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷറും ഓക്സിജൻ സാച്ചുറേഷനും ആൻഡ് ടെമ്പറേച്ചറും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്താണ് ഈ നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ രണ്ടും ഒന്ന് തന്നെയാണോ? രണ്ടും ഒന്ന് തന്നെയാണോ? അല്ല, രണ്ടും രണ്ടാണ് അല്ലെ. രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെ, ആണോ? യെസ്. നമ്മൾ നോർമലി BP നോക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നോർമലി BP കഫ് ഉപയോഗിച്ചിട്ടാണ്. BP കഫ് എന്ന് പറയുന്നത് ആ ഒരു പാരറ്റസ് കണ്ടിട്ടില്ലേ നിങ്ങള്? BP കഫ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ സ്റ്റിക്കർ പോലെ ഒട്ടിച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുന്നത് കണ്ടിട്ടില്ലേ? സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചിട്ട്.
ഇത് നമ്മൾ ബി പി കഫ് എന്നാണ് പറയുന്നത് അല്ലെ. അതാണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കുന്നതാണത്. എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? അതിനധികം ടെക്നിക്കൽ എഫേർട്ട് ആവശ്യമുണ്ടോ? ടെക്നിക്കൽ എഫേർട്ട് ആവശ്യമുണ്ടോ? യെസ്. ഇപ്പൊ നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നോർമൽ ഒരു ബി പി കഫ് ഉപയോഗിച്ചിട്ട് മാത്രം നോക്കുന്ന മെഷർമെന്റ്സ് ആണ്. പക്ഷെ നമുക്ക് ചില പേഷ്യൻസ് ഇവിടെ ശ്രദ്ധിക്കാം, ചില പേഷ്യൻസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ചലനം, ആർട്ടിഫാക്ട്സ് എന്ന് വെച്ചാൽ മോഷൻ, അതായത് ചലനം നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ചില മൂവ്മെന്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത. ഈ മൂവ്മെന്റ്സിൽ നമുക്ക് ചിലപ്പോൾ എന്താണ്, ഈ ബി പി നമുക്ക് നോർമലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റില്ല, കറക്റ്റ് മെഷർമെന്റ് നമുക്ക് അറിയാൻ പറ്റില്ല. ശ്രദ്ധിച്ചേ, പേഷ്യൻസ്, ചില സബ്സെറ്റ് പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ഈ നമ്മുടെ ബ്ലഡ് പ്രഷർ നമ്മൾ നോർമലി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഈ മൂവിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട്, ഈ മൂവ് ചെയ്യുന്നത് കൊണ്ട്, ഈ പൊസിഷനിൽ മാറ്റം വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബി പി കറക്റ്റ് ആയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല, എത്രയാണ് അതിന്റെ മെഷർമെന്റ് എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐ ബി പി ചെയ്യുന്നത്. ഐ ബി പി എന്ന് പറയുന്നത് എന്താണ്, ഐ ബി പി എന്ന് പറയുന്നത് എന്താണ്, ഇൻവാസീവ് ബ്ലഡ് പ്രഷർ. ഇൻവാസീവ് ബ്ലഡ് പ്രഷർ അറിയാത്തൊരു നോട്ട് ചെയ്ത് പോകും കേട്ടോ. ഇൻവാസീവ് ബ്ലഡ് പ്രഷർ ആണ് ഐ ബി പി എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഐ ബി പി ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ്, അതായത് നമ്മുടെ ആർട്ടറി, അതായത് നമ്മുടെ ധമനിയിൽ ഏതെങ്കിലും ഒരു സൂചിയോ അല്ലെങ്കിൽ സിറഞ്ചോ കയറ്റി വിട്ടതിന് ശേഷമാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ അവിടെ മിസ്റ്റേക്സുകൾ വരില്ല. മനസ്സിലായോ? ഐ ബി പി ചെയ്യുന്നത് എങ്ങനെയാണ്, കറക്റ്റ് ബി പിയുടെ മെഷർമെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഐസിയോ ഓട്ടിയോ ഉള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ എന്താണ്, കറക്റ്റ് മെഷർമെന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ട്യൂബോ അല്ലെങ്കിൽ സിറഞ്ചോ കടത്തി വിട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്, ഐ ബി പി കണ്ടെത്തുന്നത്, ഇൻവാസീവ് ബ്ലഡ് പ്രഷർ കണ്ടെത്തുന്നത്. നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, ഹാൻഡ് ബി പി ഹാൻഡ് കഫ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, രണ്ടും എന്താണെന്ന് മനസ്സിലായോ പറയുന്നത്? മനസ്സിലാവാത്തവരോടെ ഉണ്ട് പിള്ളേരെ. ഐ ബി പി എന്താണ്, നോൺ ഐ ബി പി എന്താണോ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ നോർമലി ബി പി എടുക്കണം എങ്ങനെയാണെന്ന് അറിയാലോ നിങ്ങൾക്ക്. നോർമലി ബി പി എടുക്കുന്നത് ബി പി അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. ബി പി അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബി പി നോർമലി എടുക്കുന്നത് അല്ലെ. അതിന് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ബി പി കഫ് എന്ന് പറയുന്നത്. ആ ഉപയോഗിക്കുന്ന ഉപകരണത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബി പി കഫ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിൽ പറയുന്നതാണ് എന്ത്, ബി പി കഫ്. അതില് ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി മൂവ്മെന്റ് ഉണ്ടാവും അല്ലെ. ഓൾറെഡി നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിൽ കൊണ്ടുപോകാണ് അല്ലെ. മൂവ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് ചില പേഷ്യൻസിന് നമ്മൾ ഇത് കറക്റ്റ് മോണിറ്റർ ചെയ്താൽ ചിലപ്പോ ഈ നോർമൽ ബി പി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അറിയാൻ സാധിക്കില്ല. ഈ ഒരു മെഷീൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് മെഷർമെന്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐ ബി പി ചെയ്യുന്നത്. അത് ഇൻവാസീവ് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നത്. ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, എന്ത് ഉപയോഗിച്ചിട്ടാണ്, അതായത് നമ്മുടെ ധമനിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആർട്ടറിയിലേക്ക് ഒരു ചെറിയ കാനുലയോ അല്ലെങ്കിൽ ട്യൂബോ കടത്തി വിട്ടതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് എന്ത് മോണിറ്റർ ചെയ്യാൻ പറ്റും, ബി പി മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ മിസ്റ്റേക്സുകൾ വരില്ല. ക്ലിയർ ആണ്? ഇപ്പൊ നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്താണ്, ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്താണെന്ന് മനസ്സിലായോ? ഇനി മനസ്സിലാക്കി നല്ല അടിയുള്ളൂ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവേണ്ട കാര്യമുള്ളത്. ഓക്കെ, ക്ലിയർ? ഇത് മനസ്സിലാവാണ്ട് ഇനി അങ്ങോട്ട് പോയിട്ട് ഒന്നും കാര്യമില്ല കേട്ടോ. യെസ്. അപ്പൊ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഷ്യന്റിന് മിനിമലായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നാണ് എന്ത്, ഒന്ന് ECG കൃത്യമായിട്ട് നോക്കിയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് എന്ത്, നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷറും അതേപോലെ തന്നെ ഓക്സിജൻ സാച്ചുറേഷൻ കൃത്യമായിട്ട് നോക്കണം അല്ലെ. ഓക്സിജൻ സാച്ചുറേഷൻ നോക്കാം അല്ലെ. യെസ്, ഓക്സിജൻ അളവ് കൃത്യമായിട്ട് നോക്കിയിരിക്കണം, ടെമ്പറേച്ചർ നോക്കിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആക്കിയിട്ടായിരിക്കണം പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോയേണ്ടത്. ഓക്കെ, ഇനി ഇതേപോലെ ചലനം മൂലം എന്താണ് ബി പിയിൽ വേരിയേഷൻസ് കാണിക്കുന്നുണ്ടാവും. അപ്പൊ ബി പിയിൽ ചിലപ്പോൾ നമ്മൾ അത് ശരിക്കും പറഞ്ഞ ഒരു അപകടമാണ് അല്ലെ. നമ്മൾ നോർമൽ ബി പി മെഷീൻ വെച്ചിട്ടാണ് ആ പേഷ്യന്റിനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഹൈ, അപ്പൊ നമ്മൾ ആ പേഷ്യന്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇപ്പൊ ഹൈ ബി പി കാണിക്കും. ഹൈ ബി പിയുടെ മരുന്ന് നമ്മൾ ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ കറക്റ്റ് മെഷർമെന്റ് ആയിരിക്കില്ല അത് അല്ലെ. അപ്പൊ ആ പേഷ്യന്റിന് എന്ത് സംഭവിക്കും, ആള് ചിരിക്കേണ്ടി വരും അല്ലെ.
സംഭവിക്കില്ല. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മള് ഇൻവാസീവ് ബ്ലഡ് പ്രഷർ ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ട്, ഒരു കാനുല കണക്ട് നമ്മുടെ ധമനിയിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇൻവാസീവ് ബ്ലഡ് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യാറ് കേട്ടോ. മനസ്സിലായോ? എനിക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചില കാര്യം മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് ഭയങ്കര ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര സൈലൻസ് ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ. അതാണ് എനിക്ക് മനസ്സിലായിട്ട ഒരു കാര്യം. ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഓക്കെ വരും. ഓക്കെ മിസ് എന്നുള്ളത് ഇത്രയും ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു കാര്യം ഉണ്ടോ നമ്മൾ പറഞ്ഞത്. പക്ഷെ നിങ്ങള് മനസ്സിലായോ? ആ യെസ്. ഇനി പറയണ്ടല്ലോ, അതാ ക്ലിയർ അല്ലേ? നമ്മൾ ഒന്നുകൂടി ബ്രീഫ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി പറയാം കേട്ടോ. യെസ്. ഇനി ക്ലിയർ ആണ്. നെക്സ്റ്റ് നോക്കാം. ഓൾ ദ ഇൻസ്പെക്ഷൻ എക്യുപ്മെന്റ് ഷുഡ് ബി സെക്യൂർഡ് ആക്യുറേറ്റ്ലി should be placed at below the level of the patient for uninterrupted inspection. The electrical devices must be functional on battery power with the provision of extra batteries during transfer. Or the inspection equipment should be secured accurately and they should be placed at below the level of the patient for uninterrupted inspection. നമ്മള് രോഗിയെ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാ ഉപകരണങ്ങളും രോഗിയുടെ തൊട്ടടുത്തുണ്ടെന്ന് തന്നെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. എത്തുന്നത് പെട്ടെന്നൊരു അപകടം സംഭവിച്ചു നമ്മൾ അതൊന്നും പെട്ടെന്ന് ആദ്യത്തെ പ്ലേസിൽ പോയി എടുത്തുകൊണ്ടൊന്നും ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. എല്ലാം തന്നെ എന്താണ്, തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കണം അല്ലെ? യെസ്. അപ്പൊ നിർബന്ധമാണ് നമുക്ക് തുടർച്ചയായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട്. ആ പേഷ്യന്റിനെ തുടർച്ചയായിട്ട് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഉപകരണങ്ങളും രോഗിയുടെ എന്താണ് തൊട്ടടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ചില ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉണ്ടാവും നമ്മുടെ കൂടെ അല്ലെ? ചില ഇലക്ട്രിക്കൽ ഡിവൈസസ് നമ്മൾ കൊണ്ടുപോകുന്നു. അപ്പൊ ആ ഇലക്ട്രിക്കൽ ഡിവൈസസ് ചിലത് എന്താണ്, ബാറ്ററി പവറിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസുകളാണ്. ചില ബാറ്ററി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ചില ഡിവൈസസുകളുണ്ടാവും. അപ്പൊ നമ്മൾ നമുക്കറിയാം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ യാത്രയിലാണ് അല്ലെ? ആ ഒരു സമയത്ത് ഇതിന്റെ ഒന്നും ബാറ്ററി ചാർജ് പോലും ഇല്ലാണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവരുത് അല്ലെ? അപ്പൊ അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ ബാറ്ററീസ്, അതായത് ഇലക്ട്രിക്കൽ ഡിവൈസസിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ബാറ്ററീസും കൂടി നമ്മൾ കരുതിയിട്ടായിരിക്കണം പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പോ എല്ലാ ഉപകരണങ്ങളും എന്താണ് രോഗിയുടെ തൊട്ടടുത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ എന്താണ്, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഡിവൈസസിന്റെ എക്സ്ട്രാ ബാറ്ററീസ് നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ടതാണ്. മനസ്സിലായോ? അതായത് രോഗിയെ മാറ്റുന്ന സമയത്ത് ഈ ഡിവൈസസുകൾക്ക് എക്സ്ട്രാ ബാറ്ററീസ് ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, പേഷ്യൻസ് ഓൺ വെന്റിലേറ്റർ. ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. പേഷ്യൻസ് ഓൺ വെന്റിലേറ്റർ മസ്റ്റ് ബി ഷിഫ്റ്റഡ് ഓൺ portable transport ventilators with the provision of display of alarm associated with the tidal volume, airway pressure, inspiratory expiratory ratio, inspired oxygen fraction and respiratory rate. കാര്യം കുറെ ഉണ്ടെന്നൊക്കെ തോന്നും, പക്ഷെ ചെറിയ കാര്യങ്ങളുള്ളൂ കേട്ടോ. യെസ്. ഇനി ഒരു പേഷ്യന്റിനെ നമ്മൾ വെന്റിലേറ്ററിലൂടെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിച്ച്, വെന്റിലേറ്ററിലായിരിക്കുന്ന പേഷ്യൻസ് നമ്മൾ എന്താണ് ഔട്ട്മോസ്റ്റ് കെയർ കൊടുക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ? യെസ്. എന്തെല്ലാം ഡിവൈസസ് വെന്റിലേറ്ററിലുള്ള പേഷ്യൻസിന്റെ കൂടെ ഉണ്ടായിരിക്കണം? വെന്റിലേറ്ററിലുള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അലാംസ് നമ്മൾ സെറ്റ് ചെയ്യും. അതായത് കുറച്ച് ഡിവൈസസ് നമ്മുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയാണത്? അതായത് വെന്റിലേറ്റർ അലാംസ് എന്ന് പറയും അല്ലെ? അതായത് പേഷ്യന്റിന്റെ ടൈഡൽ വോളിയം മെഷർ ചെയ്യാൻ, എയർവേ പ്രഷർ മെഷർ ചെയ്യാൻ, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ മെഷർ ചെയ്യാൻ, ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, റെസിപ്പിറേറ്ററി റേറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, ഇത്രയും കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടി വെന്റിലേറ്ററിലുള്ള പേഷ്യൻസിന്റെ കൂടെ നമ്മൾ കുറച്ച് അലാംസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഇതിലെ ഓരോ അലാംസിന് സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. ഈ ടൈഡൽ വോളിയം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടൈഡൽ വോളിയം എന്താണ്? ടൈഡൽ വോളിയം നമ്മുടെ ശ്വാസത്തിന്റെ മെഷർമെന്റ് ആണ് കേട്ടോ. ശ്വസനത്തിന്റെ അളവാണെന്ത്? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ. എയർവേ പ്രഷർ അറിയാലോ, ശ്വാസത്തിന്റെ മർദ്ദം. എയർവേ പ്രഷർ നമ്മുടെ ശ്വാസത്തിന് അനുഭവപ്പെടുന്ന പ്രഷർ. ഓക്കെ. അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ. എന്താണ് ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത്?
പറഞ്ഞതിൽ നല്ല അടിപൊളി. ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ത് ചെയ്യുന്നതാണ് നമ്മള്? എന്ത് ചെയ്യുന്നതാണ്? ശ്വാസം എടുക്കുന്നതും വിടുന്നതും, ഇൻഹേൽ ചെയ്യുന്നതും എക്സ്ഹേലും ചെയ്യുന്നതിന്റെ മെഷർമെന്റ്, ഇൻഹേൽ ചെയ്യുന്നതും എക്സ്ഹേലും ചെയ്യുന്നതിന്റെ മെഷർമെന്റ്, അതിന്റെ റേഷ്യോ അല്ലെങ്കിൽ അതിന്റെ അനുപാതമാണത് ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ. ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ എന്താണ്? ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ FiO2 എന്ന് പറയും കേട്ടോ. അവിടെ അതൊന്ന് എഴുതിയിടാവോ? ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷന്റെ താഴെ FiO2 എന്ന് എഴുതുക കേട്ടോ. FiO2 എന്താണ്? രോഗിക്ക് നമ്മൾ കൊടുക്കുന്ന ഓക്സിജന്റെ അളവാണ് അല്ലെ? രോഗിക്ക് കൊടുക്കുന്ന ഓക്സിജന്റെ അളവ്. ഓക്കെ. ദെൻ റെസിപ്പിറേറ്ററി റേറ്റ് എന്താണ്? റെസിപ്പിറേറ്ററി റേറ്റ്, റെസിപ്പിറേറ്ററി റേറ്റ് നമ്മുടെ ശ്വസന നിരക്ക് അല്ലെ? ശ്വസന നിരക്ക് അല്ലെങ്കിൽ റെസിപ്പിറേറ്ററി റേറ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പോ ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കുന്ന സമയത്ത് ഓൾറെഡി വെന്റിലേറ്ററിലുള്ള പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്ത്, പ്രത്യേകിച്ച് ഒരു പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലെ കുറച്ച് ഡിസ്പ്ലേ അലാംസ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ അലാംസിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്? പേഷ്യന്റിന്റെ ടൈഡൽ വോളിയം നോക്കാൻ സാധിക്കും. ടൈഡൽ വോളിയം എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? ടൈഡൽ വോളിയം എന്താണ് നമ്മൾ പഠിച്ചത്? ശ്വാസത്തിന്റെ അളവാണ് കേട്ടോ, മെഷർമെന്റ് ആണ്. ഇതൊക്കെ എന്താണെന്ന് വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം, വേണമെങ്കിൽ നോട്ട് ചെയ്തോ. ടൈഡൽ വോളിയം എന്താന്ന് വേണോ? നോട്ട് ചെയ്തോ. പോയത് tidal volume is the volume of എഴുതിയെടുത്തോ. Tidal volume is the volume of, എനിക്ക് ക്വസ്റ്റ്യൻ ഇടാലോ, ഇതൊക്കെ എഴുതി തന്ന ക്വസ്റ്റ്യൻ ഇടാലോ. Tidal volume is the volume of gas എഴുത് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എഴുതിട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഡിപ്പാർട്ട്മെന്റ് വൈസ് അല്ല, നമുക്ക് മെഡിക്കൽ ആയിട്ടുള്ള ക്ലിനിക്കൽ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ആരോടൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ? ആരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക്? നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്, എസ്പെഷ്യലി ഡോക്ടേഴ്സ് അല്ലെ? ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സിനോട് എല്ലാവരോടും നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ടൈഡൽ വോളിയവും അല്ലെങ്കിൽ റെസിപ്പിറേറ്ററി റേഷ്യോ എന്ന് അറിയാത്തൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നമുക്ക് വേണ്ട, അറിഞ്ഞിരുന്നോട്ടെ കേട്ടോ. ടൈഡൽ വോളിയം എഴുതാം കേട്ടോ, നോട്ട് ചെയ്യാം. ടൈഡൽ വോളിയം ഇസ് ദ വോളിയം ഓഫ് ഗ്യാസ് ഇൻഹേൽഡ് ആൻഡ് എക്സ്ഹേൽഡ്, ഗ്യാസ് ഇൻഹേൽഡ് ആൻഡ് എക്സ്ഹേൽഡ് with each breath. Tidal volume is the volume of gas inhaled and exhaled with each breath. നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും ഉള്ള ആ ഒരു ഇൻഹേൽ ചെയ്യുമ്പോഴും എക്സേൽ ചെയ്യുന്ന സമയത്തുള്ള ഒരു മെഷർമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? പോർട്ടബിൾ വെന്റിലേറ്റേഴ്സ് നമ്മൾ എമർജൻസി സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ, പോർട്ടബിൾ വെന്റിലേറ്റേഴ്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ. അതറിയാമോ? ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്താണത്? അത് നമ്മുടെ ശ്വസനത്തിന്റെ റേഷ്യോ ആണ് പറയുന്നത് അല്ലെ? നമുക്കൊരു നോർമൽ റേഷ്യോ ഉണ്ട്, അതായത് 1:2 എന്നുള്ളതാണ് നമ്മുടെ നോർമൽ ബ്രീത്തിങ്ങിന്റെ റേഷ്യോ. 1:2 എന്നുള്ളതാണ് എന്താ? നോർമൽ, നമ്മൾ ശ്വാസം എടുക്കുന്നതിന്റെയും വിടുന്നതിന്റെയും തമ്മിലുള്ള നോർമൽ അനുപാതം. ഇനി ഹൈ എന്ന് പറയുന്നത് എന്താണ്? 1:3, 1:4 എന്നൊക്കെ പറയുന്നത് ഹൈ ആയിട്ടുള്ള ബ്രീത്തിങ് ആണ്. ഓക്കെ, അങ്ങനെയൊക്കെ അത് വരുമ്പോഴാണ് നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ, ബ്രീത്തിങ് ഡിഫിക്കൽട്ട് പോലെ സിറ്റുവേഷൻസ് അറ്റാക്കിലോട്ടൊക്കെ പോകുന്നത് കേട്ടോ. 1:3 1:4 എന്നൊക്കെ പറയുന്നത് ഹൈ റേഷ്യോസ് ആണ്. നമ്മുടെ ഒരു മനുഷ്യന്റെ നോർമൽ റേഷ്യോ ഏതാണ്? ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ് കേട്ടോ, ഓർത്ത് വെക്കണേ. ഇനി അതും എന്താണെന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ, എന്താണെന്ന് നോട്ട് ചെയ്തോളൂ. ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്താണെന്ന് നോട്ട് ചെയ്യാം. Ratio of the time
ratio of the time ratio of the time ratio of the time ratio of the time spent breathing spent ചെയ്യുന്നത് SPENT spent breathing into spent breathing into time spent breathing out. Time spent breathing out. ശ്രദ്ധിക്കുക, ratio of the time spent breathing into time spent breathing out. നമ്മള് ശ്വാസം എടുക്കുന്നതിന്റെയും വിടുന്നതിന്റെയും അനുപാതമാണ് കേട്ടോ. അതിനാണ് നമ്മുടെ ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ സ്പെൻഡ് ചെയ്ത് എത്ര സമയം നിർത്തുന്നു, എത്ര സമയം അത് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ബ്രീത്തിങ് റേഷ്യോ എങ്ങനെയാണ്? 1:2. ഹൈ എന്നുള്ളത് ഏതാണ്? 1:3 and 1:4. മറന്നു വരുന്നത് കേട്ടോ. മതി. FiO2 എന്താണെന്ന് അറിയാലോ? FiO2 ഓക്സിജൻ ഫ്രാക്ഷൻ അല്ലെ, ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ റേഷ്യോ ആണ് കേട്ടോ. നമ്മളെ രോഗിക്ക് നൽകുന്ന ഓക്സിജന്റെ അളവാണ്. ഓക്കെ, ശരി. ഒന്നുകൂടി ശ്രദ്ധിക്കാം. എക്യുപ്മെന്റ് ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഈ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്തുള്ള ഏറ്റവും ലാസ്റ്റ് എലമെന്റ്സിൽ വരുന്ന, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് എക്യുപ്മെന്റ്സും ഡ്രഗ്സുകളും മോണിറ്ററിംഗ് ഡിവൈസസും നമ്മൾ അറേഞ്ച് ചെയ്യാന്ന് പറയുന്നത്. ബ്രീഫ് ചെയ്ത് പറയുന്നത് കേട്ടോ. നമ്മൾ പെട്ടെന്ന് എല്ലാ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് 1, 2, 3 എന്ന കാറ്റഗറിയിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എല്ലാ ലൈഫ് സേവിംഗ് ഡ്രഗ്സുകളും പ്രിപ്പയർ ചെയ്തിരിക്കണം. അത് പ്രത്യേകിച്ച് എന്താണ്, ആംബുലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളതെല്ലാം തന്നെ എല്ലാ ഡ്രഗ്സുകളും ഡിവൈസസ് ഉൾപ്പെടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഏതൊക്കെ ഡിവൈസസ് ആയിരിക്കണം കൂടെ ഉണ്ടാവേണ്ടത്? മീൻഫോർ, അല്ലെങ്കിൽ നമ്മുടെ എയർവേ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓക്സിജനേഷൻ കണ്ടെത്തുന്നതിന്, വെന്റിലേഷൻ, ഹീമോഡൈനാമിക് മോണിറ്ററിംഗ് ആൻഡ് റിസസിറ്റേഷൻസിന് വേണ്ടിയുള്ള എല്ലാ ഡിവൈസസും നമുക്ക് ഇതിന് വേണ്ടതാണ്. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട ഡിവൈസസുകളിൽ വരുന്നതാണ്. ഓക്കെ, ഹീമോഡൈനാമിക് മോണിറ്ററിംഗ് BP ആണ് കേട്ടോ. BP മോണിറ്ററിംഗ് ഡിവൈസസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹീമോഡൈനാമിക് മോണിറ്റർ എന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ റീസസിറ്റേഷൻ ഡിവൈസസ് ഉണ്ടായിരിക്കണം. പിന്നെ എല്ലാ മരുന്നുകളും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ, പ്രത്യേകിച്ച് ഇൻഫ്യൂഷൻ ഡ്രഗ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതായത് മസിൽ റിലാക്സൻസുകൾ, സെഡേറ്റീവ് മരുന്നുകൾ, അനൽജെസിക് പെയിൻ കില്ലേഴ്സ്, അല്ലെങ്കിൽ ഇനോട്രോപ്സ്, അതായത് നമ്മുടെ ഹാർട്ടിന്റെ പമ്പിംഗ് എബിലിറ്റീസ് ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സുകൾ തുടങ്ങിയവയെല്ലാം തന്നെ, പ്രത്യേകിച്ച് റീസസിറ്റേഷൻ ഡ്രഗ്സുകളെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി സിറഞ്ചിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടായിരിക്കണം അത് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, കൃത്യമായ മെഷർമെന്റ്സിൽ അത് അറേഞ്ച് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് നോക്കേണ്ടത്, കൃത്യമായിട്ട് റെഗുലറി മോണിറ്റർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ ECGയും BP ആണ്. പ്രത്യേകിച്ച് നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ നമ്മൾ മോണിറ്റർ ചെയ്തിരിക്കണം. ഇനി പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് പല രീതിയിലുള്ള പൊസിഷനിങ് ചേഞ്ച് വരാം, അല്ലെങ്കിൽ മോഷൻ ചലനം ഉണ്ടാവാനുള്ള സാധ്യത. അങ്ങനെയുള്ള പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ IBP ആയിരിക്കും ചെയ്തത്. ഇൻവാസീവ് ബ്ലഡ് പ്രഷർ നമ്മുടെ ധമനിയിലൂടെ കടത്തി വിട്ടതിന് ശേഷം കൃത്യമായിട്ട് BP മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ആർട്ടറിയിൽ നമ്മൾ ട്യൂബ് കണക്ട് ചെയ്തതിന് ശേഷം BP മെഷർ ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് മെഷർമെന്റ് BPയുടെ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, യെസ്, അത് ചില സബ്സെറ്റ് പേഷ്യൻസിന് മാത്രമാണ് നമ്മൾ, അതായത് പ്രത്യേകിച്ച് ICU OTയിലുള്ള പേഷ്യൻസിനെ അത് കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ IBP അല്ലെങ്കിൽ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നത്. പിന്നെ ഓക്സിജൻ സാച്ചുറേഷൻ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം, ടെമ്പറേച്ചർ നോക്കിയിരിക്കും. ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ റെഗുലർലി നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് എല്ലാ എക്യുപ്മെന്റ്സുകളും പേഷ്യന്റിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റണം. ഇനി ഇലക്ട്രിക്കൽ ഡിവൈസസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെയൊക്കെ എക്സ്ട്രാ ബാറ്ററീസ് നമ്മുടെ കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് പ്രത്യേകിച്ച് ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലാണെങ്കിൽ എന്താണ്, പ്രത്യേകിച്ച് പോർട്ടബിൾ ട്രാൻസ്ഫർ വെന്റിലേറ്റേഴ്സ്, അത് സ്പെഷ്യൽ എക്യുപ്പൈഡ് ആയിട്ടുള്ള വെന്റിലേറ്റേഴ്സ് ആണ്.
അത് ഓൾറെഡി പല അലാംസും സെറ്റ് ചെയ്തിട്ടായിരിക്കും അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊണ്ടുവന്നത്. അതായത് പേഷ്യന്റ് വെന്റിലേറ്ററിൽ ഇരിക്കുന്ന പേഷ്യന്റിന്റെ മോണിറ്റർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് കൃത്യമായിട്ട് മെഷർ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് പേഷ്യന്റിന്റെ ടൈഡൽ വോളിയം നോക്കേണ്ടതുണ്ട്, എയർ പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് നോക്കേണ്ടതുണ്ട്, ഇൻഹെയിൽ ചെയ്യുന്നതും എക്സെയിൽ ചെയ്യുന്ന റേഷ്യോ എത്രത്തോളം ഉണ്ടെന്ന് അറിയണം. പിന്നെ അതുപോലെ തന്നെ FiO2 ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ, അതേപോലെ തന്നെ റെസിപ്പിറേറ്ററി റേറ്റ്. ഇത്രയും ഒരു വെന്റിലേറ്ററിലുള്ള പേഷ്യൻസിനെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടായിരിക്കണം, പ്രത്യേകിച്ച് എക്യുപ്മെന്റ്സും ഡ്രഗ്സും മോണിറ്ററിംഗ് ഡിവൈസസ് ചെയ്തിട്ടായിരിക്കും, എല്ലാം അറേഞ്ച് ചെയ്തിട്ടായിരിക്കണം പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ യെസ്, അത് മാത്രം ഒന്ന് വായിച്ചു നോക്കി. ഇപ്പോഴത്തെ അത്രയും ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കി. നിങ്ങള് വായിച്ചു നോക്കിയേ. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് സംശയമാണെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്സിജൻ ഫ്രാക്ഷൻ അല്ലെ, ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ അല്ലെ, അതുകൊണ്ടാണ് FiO2 എന്ന് പറയുന്നത് കേട്ടോ. SpO2 അല്ല, FiO2 ആണ്. അങ്ങനെ തന്നെയല്ലേ ഞാൻ പറഞ്ഞു തന്നെ, ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ FiO2. അതെ, SpO2 അല്ല കേട്ടോ, ഫ്രാക്ഷൻ ആണ് നോക്കുന്നത് അവിടെ. അതായത് നമുക്ക് രോഗിക്ക് നമ്മൾ നൽകുന്ന ഓക്സിജന്റെ ആ ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ അളവ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടി പറയണോ? ഓ, ഇവരെന്നെ ഡിച്ചാക്ട് എടോ, നമ്മള് ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. രണ്ടല്ല 4 കാര്യങ്ങളിൽ ഒന്നാണ്. ഒന്ന് ECG നോക്കണം, ഹൃദയമിടിപ്പ് നോക്കണം, ബ്ലഡ് പ്രഷർ നോക്കണം, രക്തസമ്മർദ്ദം നോക്കണം, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കണം, ടെമ്പറേച്ചർ നോക്കണം. അത്രയും കിട്ടിയത് എനിക്ക്. ഓക്കെ, ECG മോണിറ്റർ ചെയ്യാൻ നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാം ഉപയോഗിച്ച് നമ്മൾ മോണിറ്റർ ചെയ്യും. അതേപോലെ തന്നെ BP മോണിറ്റർ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ BP അപ്പാരറ്റസ് ഉപയോഗിച്ച് നോർമലി BP മെഷർ ചെയ്യാറുണ്ട്. ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതായത് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇൻവാസീവ് ബ്ലഡ് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന സമയത്ത് ചലനം മൂലം നമ്മൾ നോർമലി BP നോക്കിക്കഴിഞ്ഞാൽ മെഷർമെന്റിൽ തെറ്റ് വരാം. ആ തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ധമനിയിൽ, അത് നമ്മുടെ ആർട്ടറിയിൽ ഒരു ട്യൂബ് കണക്ട് ചെയ്യും. ആ ട്യൂബ് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളൊക്കെ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, അവരുടെ കറക്റ്റ് BPയുടെ മെഷർമെന്റ് നമുക്ക് അതിലൂടെ കണ്ടെത്താൻ പറ്റും. അതാണ് ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. നോൺ ഇൻവാസീവ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ BP അപ്പാരറ്റസ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന BP ആണ്. മനസ്സിലായോ? ഇൻസ്പിറേറ്റർ എക്സ്പിറേറ്റർ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുന്നതിന്റെയും വിടുന്നതിന്റെയും അനുപാതം, നോർമൽ റേഷ്യോസ് അല്ല, റേഷ്യോസ് ആണ് കേട്ടോ. നോർമൽ ആയിട്ട് 1:2 ആണ്. അതിന്റെ ഹൈ ലെവൽ എന്ന് പറയുന്നത് 1:3 1:4 ആണ്. വേറെ എന്തെങ്കിലും? വേറെ എന്തെങ്കിലും ചോദിച്ചോ? ഈ നോൺ ഇൻവാസീവും ഇൻവാസീവ് ബ്ലഡ് പ്രഷർ അടുത്ത ക്ലാസ് ഞാൻ ചോദിക്കോട്ടെ നിങ്ങളോട്. നിങ്ങൾ ഉത്തരം പറഞ്ഞാണ്.
അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചിട്ട് ക്ലാസ് തുടങ്ങുന്നു. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും പോയിന്റ്സും? ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്നത് സ്പെഷ്യൽ കൺസിഡറേഷൻ. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണിത് കേട്ടോ. ക്ലിയർ എന്ന് അറിയില്ല. If the patient requires an ambulance to take him another facility, make arrangements for transportation to the Social Service Administration. Make sure that the necessary equipment is gathered to provide care in the course of transport. ഇവിടെ സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് പറയുന്ന കിടക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? പ്രത്യേകിച്ച് അനന്തർ ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ ആംബുലൻസ് ഫെസിലിറ്റി ചിലപ്പോൾ നമ്മൾ മാറ്റേണ്ട സിറ്റുവേഷൻ വന്നേക്കാം അല്ലെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെ. ആംബുലൻസിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവിടെ ഒരിക്കലും സ്റ്റോപ്പ് ആവാൻ പാടില്ല അല്ലെ. നിങ്ങൾ ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ട്രാഫിക് സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. നല്ലൊരു പോപ്പുലർ മൂവിയാണ് അല്ലെ. അതില് ആ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന്റെ ആ ഒരു സീൻസ് കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ എവിടെയെങ്കിലും ഒരു സെക്കൻഡ് നിൽക്കുന്നുണ്ടോ? ഒരു ഫെസിലിറ്റി പോയി കഴിഞ്ഞാൽ അടുത്ത ഫെസിലിറ്റി വെച്ച് അവർ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ആംബുലൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഫെസിലിറ്റി ചേഞ്ച് ചിലപ്പോൾ വന്നെന്നിരിക്കും. അതായത് ആംബുലൻസ് ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ അത്തരം സന്ദർഭങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മറ്റ് ഗതാഗത ക്രമീകരണങ്ങൾ നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് പറഞ്ഞത്, എന്തെങ്കിലും തീരുമാനിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ മറ്റൊരു കാര്യം കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു പേഷ്യന്റിനെ നമ്മൾ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നമ്മൾ ഇത്ര അറേഞ്ച് ചെയ്താൽ പോലും എന്താണ് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ പോലും നമ്മൾ അവിടെ പതറി നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ആൾക്കാർ അറേഞ്ച്മെന്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓൾറെഡി മറ്റൊരു ആംബുലൻസ് നമ്മൾ മറ്റെന്തെങ്കിലും ഗതാഗത ക്രമീകരണങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി മാത്രമുള്ള യാത്രക്കിടെ നിർബന്ധമായിട്ട് രോഗിയെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും മരുന്നുകളും നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടായിരിക്കണം പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സ്പെഷ്യൽ കൺസിഡറേഷനിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോ എന്ത് ചെയ്യും? ആംബുലൻസ് ബ്രേക്ക് ഡൗൺ ആയിപ്പോ എന്ത് ചെയ്യും? ചിലപ്പോൾ ആള് തന്നെ മരിച്ചു പോകും അല്ലെ. അത്തരം സന്ദർഭങ്ങളൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനദർ ഫെസിലിറ്റീസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ മെഡിക്കേഷൻസും എക്യുപ്മെന്റ്സും നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, മനസ്സിലായോ സ്പെഷ്യൽ കൺസിഡറേഷൻസ്? ഓക്കെ, ഇനി നമ്മുടെ ട്രാൻസ്ഫർ പ്രോസസ്സിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതാണ് അതിന്റെ അവസാന ഭാഗം? ഈ ട്രാൻസ്ഫർ പ്രക്രിയ അവസാനിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ എന്ത് കൈമാറുന്നതിലൂടെയാണ് അത് അവസാനിക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. അടിയുള്ളൂ അതിരിക്കും അങ്ങനെയാണോ? അനെ ഡോക്യുമെന്റ്സ് അല്ലെ, ഡോക്യുമെന്റേഷൻ അല്ലെ. അതായത് അനന്തര ഫെസിലിറ്റിയോട് നമ്മളത് ഹാൻഡ് ഓവർ ചെയ്യുന്നതോടു കൂടിയാണ് നമ്മുടെ ഒരു പ്രക്രിയ അവസാനിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് വെറുതെ ഒരു കുറച്ച് ഡോക്യുമെന്റ്സ് അല്ല, ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള ഒരു കോഡ്സുകൾ തന്നെയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അനന്തര ഫെസിലിറ്റിയിലേക്ക് നമ്മൾ ഏൽപ്പിക്കേണ്ട കുറച്ച് പ്രോസസ്സിംഗ് പേപ്പേഴ്സ് വർക്ക്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പേഷ്യന്റിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഡോക്യുമെന്റേഷൻ കുറച്ച് പറയാനുണ്ട്, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് കഴിഞ്ഞു. അടുത്ത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കഴിഞ്ഞെടുക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. നല്ല ചാപ്റ്റർ ആണ്, നല്ല രസമായിട്ട് പഠിക്കാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ രസകരമായി നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഡിസാസ്റ്റർ എന്താ വളരെ ദുരന്തമാണ്. ഇനി അങ്ങ് ഒരു ദുരന്തമായിരിക്കും നിങ്ങൾക്ക് മൊത്തത്തില്. ഫസ്റ്റ് ഡിസാസ്റ്റർ മാനേജ് എന്താണെന്ന് പഠിക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ടാവും അല്ലെ, ഡിസാസ്റ്ററുകളൊക്കെ ചൂരൽമലയിലൊക്കെ നടക്കുന്ന സംഭവങ്ങളില് ഇപ്പൊ ഒരു ദുരന്തം സംഭവിച്ചുള്ള ഏറ്റവും
ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയാണ് അല്ലെ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലേക്ക് നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണം കൂടുതലായിരിക്കും. ആ ഒരു സമയത്ത് അത്രയും പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യും, എന്തൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യണം എന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നല്ല ചാപ്റ്ററാണ്, പഠിക്കുന്നതിൽ എനിക്കിഷ്ടമുള്ള ഒരു ചാപ്റ്ററാണ്, പഠിക്കാൻ രസമുള്ള ഒരു ചാപ്റ്ററാണ്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ഒരു കാര്യം പറയട്ടെ, നിങ്ങള് റെക്കോർഡഡ് ക്ലാസ്സിന്റെ കംപ്ലൈന്റ്സ് ആണെന്ന് പറയണ്ട കേട്ടോ, അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടോ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അത് പറഞ്ഞാൽ മതി, എങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് വേണോന്നുള്ളത് രീതി പറഞ്ഞാൽ മതി കേട്ടോ. കേട്ടോ നിഖിലേ? നിഖിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളോടായതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ ചെറിയൊരു രീതിയിൽ കംപ്ലൈന്റ്സ് വരും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. മെസ്സേജ് ഇട്ടാ എന്താ റീനു, എന്താ പറഞ്ഞ റീനു? എന്റെ ജോലി പോയാലും ഈ ജോലി പോയാൽ വേറെ ജോലി. അത് കുഴപ്പമില്ല, ഓക്കെ ഓക്കെ, ഹാൻഡിൽ ചെയ്തോളാം കേട്ടോ. ഓക്കെ, നമ്മുടെ വായിൽ നാക്കിലെടുക്കുന്നവർക്ക് എന്ത് ജോലി കിട്ടും വിചാരിച്ചാൽ മതി. നിങ്ങള് കാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ജോലി പോവില്ല. ശരി, യെസ്, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താന്ന് പറയട്ടെ. അത്ര വലിയ സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്നാ പോലും സാധാരണ നമ്മള് എച്ച്.ഐയിലൊന്നും സെലിബ്രേഷൻസ് ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾക്ക് ഓണം സെലിബ്രേഷൻ ചെയ്യുന്നുണ്ട്, മീൻസ് ഓൺലൈനായിട്ട് കേട്ടോ. ഓൺലൈനായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ക്ലാസ് കഴിഞ്ഞൊരു 15 മിനിറ്റ്സ് മാത്രം, ക്ലാസ്സിന്റെ ഇടയിൽ ഒരു 15 മിനിറ്റ്സ് നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അറിയാൻ എങ്ങനെയാണ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോട്സോ സ്പീച്ചോ പാട്ടോ ആക്ടിങ്ങോ എന്ത് വേണമെങ്കിലും ആ ചുരുങ്ങിയ സമയത്തിൽ ചെയ്യാം. ഓക്കെ, പറ്റുമെങ്കിൽ ഓണം അച്ചേർ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. അതായത് ഒരു ഓണം സെലിബ്രേഷന് നമ്മൾ ജീൻസും ടോപ്പിട്ടാണ് വരാറ്, അല്ലല്ലോ? അല്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ലൊരു സാരിയോ മുട്ടോ എന്താന്ന് വെച്ചാൽ ചുരിദാറോ എന്താന്ന് വെച്ചിട്ട് ക്യാമറ ഓൺ ചെയ്തിരുന്നിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, റെഡിയാണോ? റെഡി അല്ലേ? മെസ്സേജ് നോക്കാനോ? റെഡിയാണ് നിങ്ങള്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ടട്ടോ, എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് എന്താ അങ്ങനെ ആദ്യമായിട്ടൊന്ന് ചരിത്രം കുറിക്കട്ടെ ഓണം സെലിബ്രേഷൻ നടത്തി. ഓക്കെയാണ്. അതിന്റെ ഡേറ്റ് പറയാം, ഏതെങ്കിലും ഒരു ഫ്രൈഡേയോ അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിന്റെ പീരീഡിൽ മാത്രമേ നടത്തുള്ളൂ കേട്ടോ. വേറെ ആരും ഉണ്ടാവില്ല, എന്റെ ക്ലാസ്സിന്റെ പീരീഡ്. ചാറ്റ് ബോക്സിൽ എന്ത് മെസ്സേജ് ഉണ്ടാകുന്നേ? മെസ്സേജ് എന്താണത്? ഇതാരെ എഴുതിയ? വീട്ടിലാണോ? വായിക്കട്ടെ. എന്റെ മൈക്ക് ഓണാണ് കേട്ടോ. നിഖില് റെഡിയാക്കിയതാ മിസ്. നിഖില് റെഡിയാക്കിയത്. മനസ്സ് തുറന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പ പ്രതികരിക്കുന്ന പിള്ളേരാ, മിസ് പറയാനോ വിടാനോ. വയസ്സ് തീർന്നിട്ടില്ല. HS-20 അവള് വയസ്സിനായിക്കോട്ടെ കേട്ടോ. എന്താണത്? ഞാനൊന്ന് ജസ്റ്റ് ഒരു വോയിസ് അയക്കാനേ പറഞ്ഞു, ഇത് കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. I really appreciate you. നല്ല പോയിന്റ്സ് കേട്ടോ, നല്ല ക്ലാരിറ്റി എഴുതിയിട്ടുണ്ട്. ഇയാൾ എന്തെങ്കിലും എഴുതുന്നാണോ? നിഖിലെ എന്തെങ്കിലും എഴുതുന്നുണ്ടോന്നെങ്കിൽ പോയാ
ആ മിസ്സേ കുറച്ച് ടൈം എടുത്ത് എഴുതിയത് ആദ്യത്തെ ക്ലാസ്സിൽ. താങ്ക് യു കേട്ടോ. ഓക്കെ ശരി. ഇപ്പൊ വർക്ക് ചെയ്യണോണോ നിഖില്? വർക്ക് ചെയ്യാൻ പറ്റിയാണോ? ഞാൻ അബുദാബിയിലാണ് മിസ്സേ വർക്ക് ചെയ്യുക. ഓക്കെ ശരി. ഓക്കെ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. സാറ് കണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടോ? റിപ്ലൈ കിട്ടിയിട്ടില്ല, ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, റിപ്ലൈ കിട്ടിയിട്ടില്ല. ശരി. ഓക്കെ താങ്ക് യു.